Hi everyone, welcome to Plus 2 Physics classes, Chapter 1 Electric Charges and Fields Part 4. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് കൂളൂംസ് ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു like charges repels each other and unlike charges attracts each other. രണ്ട് ഒരുപോലെയുള്ള ചാർജുകൾ അതിനാണ് ലൈക്ക് ചാർജസ് എന്ന് പറയുന്നത്. രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. അതുപോലെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വരികയാണെങ്കിൽ അതിനെയാണ് അൺലൈക്ക് ചാർജസ് എന്ന് പറയുന്നത്. അൺലൈക്ക് ചാർജസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. അപ്പോ ഇത്തരത്തിൽ റിപ്പൾഷൻ ആയാലും അട്രാക്ഷൻ ആയാലും രണ്ടും ഫോഴ്സുകളാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ റിപ്പൾസീവ് ഫോഴ്സ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അതായത് രണ്ട് ചാർജുകൾ പരസ്പരം അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ രൂപപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്, ഈ ഫോഴ്സിന് ഒരു കാൽക്കുലേഷൻ ആവശ്യമാണ്. ഈ ചാർജുകൾ രണ്ട് ചാർജുകൾ കാരണമായി ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയും റിപ്പൾസീവ് ഫോഴ്സിനെയും പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ്. ഇത്തരത്തിൽ ചാർജുകളിൽ ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരാണ് കൂളൂംബ്. കൂളൂംബ് ഇദ്ദേഹം ചാർജുകളെ കുറിച്ച് അനാലിസിസ് നടത്തുകയും ചില സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രൂപപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സിന്റെ കാൽക്കുലേഷന് വേണ്ടി ഇക്വേഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെയാണ് കൂളൂംസ് ലോ എന്ന് പറയുന്നത്. എന്താണ് കൂളൂംസ് ലോ? കൂളൂംസ് ലോ പ്രകാരം 3 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. അതായത് ഒന്ന്, the force between two point charges varies directly proportional to the product of the magnitude of two charges. അതായത് സപ്പോസ് രണ്ട് പോയിന്റ് ചാർജുകൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. Q1 and Q2, രണ്ട് പോയിന്റ് ചാർജസ് separated by a distance small r. രണ്ട് പോയിന്റ് ചാർജുകൾ r ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ചാർജുകൾ കാരണമായി ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഈ രണ്ട് ചാർജുകളുടെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ രണ്ട് ചാർജുകൾ r ഡിസ്റ്റൻസിൽ വെച്ചത് കാരണമായി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ്, whether it is attractive force or repulsive force, ആ ഇലക്ട്രിക് ഫോഴ്സ് F proportional to the product of Q1 and Q2. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the electric force is inversely proportional to the square of the distance between the two charges. Q1 and Q2 ഇവ തമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് is inversely proportional to the square of the
distance between the two charges. Distance between the two charge small r ആണ്. അപ്പോൾ r square. ഇതാണ് second statement. This is the second statement. That is, the force, the electric force is inversely proportional to the square of the distance between the two charges. ഇതിന്റെ ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Then the third statement, the electric force acts along the line joining between the two charges. അതായത് ഈ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ രണ്ട് പോയിന്റ് ചാർജുകളെയും ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ ആയിരിക്കും എന്നാണ്. നേരത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് പറഞ്ഞത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈനിലൂടെ ആയിരിക്കും, അത് ഇങ്ങോട്ടും ആവാം ഈ സൈഡിലോട്ടും ആവാം. കാരണം അത് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഇതിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് Q1 ആൻഡ് Q2 പ്രോഡക്റ്റിന് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിലോട്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ്? F ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ Q1 into Q2 by R square എന്ന് കിട്ടും. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ, ആ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ അത് ലൈൻ ജോയിനിങ്ങിലൂടെ ആയിരിക്കും. രണ്ട് ചാർജിന്റെയും ലൈൻ ജോയിനിങ്ങിലൂടെ ആയിരിക്കും. ആ രണ്ട് ചാർജുകളുടെയും ലൈൻ ജോയിനിങ്ങിലൂടെയുള്ള യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും വരിക? ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൈൻ ജോയിനിങ്ങിലൂടെയുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് r cap എന്ന് സൂചിപ്പിക്കാം. ദാറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ അലോങ് ദ ലൈൻ ജോയിനിങ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഈ r cap ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പാർട്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് അതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോഴ്സ് എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ r cap റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ലൈൻ ജോയിനിങ്ങിലൂടെ ആയിരിക്കും അതിന്റെ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷന്, ഈ ഒരു റെപ്രസെന്റേഷനിലെ പ്രൊപ്പോർഷണാലിറ്റി സിംബലിനെ നമുക്കൊന്ന് മാറ്റാം. പ്രൊപ്പോർഷണാലിറ്റി സിംബലിനെ മാറ്റുമ്പോൾ ഒരു ഈക്വൽ സൈനും അതുപോലെ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ F is equal to പ്രൊപ്പോർഷണാലിറ്റി സൈനിന് പകരം ഒരു കോൺസ്റ്റന്റ് K into Q1 Q2 by R square into R cap. ഇവിടെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where K is an arbitrary constant. It's an arbitrary constant. ഇതിന്റെ വാല്യൂ it depends on the nature of the medium. അതായത് Q1 and Q2 ചാർജുകൾ ഏത് മീഡിയത്തിലാണ് ഉള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കെയുടെ വാല്യൂ ഉണ്ടായിരിക്കുക. അതായത് Q1 and Q2 വാക്വത്തിലാണോ, എയറിലാണോ, വാട്ടറിലാണോ, ഏത് മീഡിയത്തിലാണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഈ ആർബിട്രറി കോൺസ്റ്റന്റ് കേക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് സപ്പോസ് രണ്ട് ചാർജുകൾ വാക്വത്തിലാണെങ്കിൽ കെയുടെ വാല്യൂ K is equal to 9 into 10 raised to 9 ആയിരിക്കും കെയുടെ വാല്യൂ if the medium is vacuum. Value of K depends on the nature of the medium. Depends
on the nature of the medium. ഈ കെയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കെക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ. എന്താ പറയുക? എപ്സിലോൺ. ഈ സിമ്പിളിന്റെ പേരാണ് എപ്സിലോൺ. എപ്സിലോൺ എന്ന സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് it represents the permittivity of the medium. Epsilon represents the permittivity of the medium. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വാല്യൂ ആണ് എപ്സിലോൺ. ഇത് വായിക്കേണ്ടത് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ, ഈ സിമ്പിളിന്റെ പേരാണ് എപ്സിലോൺ. എപ്സിലോൺ റെപ്രസെന്റ് ചെയ്യുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തെയാണ്. ഓക്കെ, ഇനി പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം epsilon is equal to epsilon 0 into epsilon r. Permittivity of the medium is equal to epsilon 0 into epsilon r. ഇതിലെ epsilon 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ഓർ വാക്വം. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അതുപോലെ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഫോർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. സോ F is equal to K into Q1 Q2 by R square into R cap, where K is equal to 1/4 pi epsilon and epsilon is equal to epsilon 0 into epsilon r. Epsilon 0 എന്ന് പറഞ്ഞാൽ permittivity of vacuum and epsilon r എന്ന് പറഞ്ഞാൽ relative permittivity of the medium. epsilon r നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ ഡൈഇലക്ട്രിക് എന്ന് പറയും epsilon r. Okay, permittivity of the vacuum or free space അത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ epsilon 0 is equal to 8.854 into 10⁻⁻12 coulomb square per Newton per meter square. Coulomb square per Newton per meter square അല്ലെങ്കിൽ ഫാരഡ് per meter എന്ന് സൂചിപ്പിക്കാം. കാരണം കൂളും സ്ക്വയർ per ന്യൂട്ടൺ മീറ്റർ ആണ് ഫാരഡ്. കൂളും സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ ആണ് ഫാരഡ്. അപ്പോൾ ഫാരഡ് പെർ മീറ്റർ എന്നും അതിന്റെ യൂണിറ്റ് വരും. അപ്പൊ എപ്സിലോൺ 0 അത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 8.854 into 10⁻⁻12 കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവുന്നു. ഇനി എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഓർ ഡൈഇലക്ട്രിക്. ഇതെങ്ങനെ കണ്ടെത്തുന്നത്? എപ്സിലോൺ ആർ കണ്ടെത്തുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എപ്സിലോൺ ആർ is equal to force in vacuum divided by force in medium. അതായത് രണ്ട് ചാർജുകൾ Q1 Q2 r ഡിസ്റ്റൻസിൽ വാക്വം മീഡിയത്തിൽ ഉണ്ടാവുന്ന ഫോഴ്സ് കാണുക. അതുപോലെ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ വെച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സും കാണുക.
ഇത് രണ്ടിന്റെയും കൂടെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, ഏത് മീഡിയത്തിലാണോ വെച്ചിട്ടുള്ളത് ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സപ്പോസ് ഞാൻ എയറിലാണ് ഈ രണ്ട് ചാർജുകൾ വെക്കുന്നത് വിചാരിക്കാം. എയർ, ദ മീഡിയം ഈസ് എയർ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്വം ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. മീഡിയം ഏതാണ്? എയർ ആണ് മീഡിയം. എഫ് വാക്വം ബൈ എഫ് എയർ. ഇവിടെ ചാർജുകളുടെ കേസിൽ വാക്വത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സും എയറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സും സെയിം ആണ്. രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 ഇൻ ദ കേസ് ഓഫ് ഇഫ് ദ മീഡിയം ഈസ് എയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 പൈ എപ്സിലോൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു കെക്ക് പകരം 1/4 പൈ എപ്സിലോൺ ഇൻറ്റു Q1 Q2 by R square into R cap. ഇവിടെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ആണ്. അത് വരുമ്പോൾ 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 by R square ഇൻറ്റു R cap. സപ്പോസ് നമ്മൾ മീഡിയം എയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ if the medium is air, F is equal to 1/4 pi. What is the value of epsilon 0? Permittivity of vacuum is 8.854 into 10 raised to minus 12 into what is epsilon r? If the medium is air, epsilon r equal to 1. Then Q1 Q2 by R square into R cap. Therefore, electric force between Q1 and Q2 is equal to ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 into 10 raised to 9 എന്ന് കിട്ടും. 9 into 10 raised to 9 into Q1 Q2 by R square into R cap. This is the expression for electric force between the two charges Q1 and Q2 if the medium is air. If the medium is air. ഇനി മീഡിയം ഏതാണെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. That is F is equal to 1/4 pi epsilon 0 into epsilon r into Q1 Q2 by R square into R cap. അവിടെ എപ്സിലോൺ ആറിന്റെ വാല്യൂ അത് ഏത് മീഡിയത്തിലാണോ അതിനനുസരിച്ചിട്ടുള്ള ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇതിനെയാണ് ഈ ഇക്വേഷനെയാണ് കൂളൂംസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഈ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക് എന്നുള്ളതാണ്. ഡൈ ഇലക്ട്രിക് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഏത് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ ആണോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഫോഴ്സ് ഇൻ വാക്വം കാണുക ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ ഏത് മീഡിയമാണോ ആ മീഡിയത്തിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അതായത് രണ്ട് ചാർജുകൾ വാക്വത്തിൽ വെക്കുന്നു, അപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ ആ രണ്ട് ചാർജുകളെ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ വെക്കുന്നു, അപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫോഴ്സ് കാണുന്നു. രണ്ട് മീഡിയത്തിലാവുമ്പോൾ വാക്വത്തിലാവുമ്പോഴും മീഡിയത്തിലാവുമ്പോഴും വെക്കേണ്ട സെപ്പറേറ്റഡ് ഡിസ്റ്റൻസ്, ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ട ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സുകളുടെ റേഷ്യോ കാണുമ്പോൾ നമുക്ക് എപ്സിലോൺ ആർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ
നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ മീഡിയം. ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു F വാക്വം ബൈ എപ്സിലോൺ R. ഒരു മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ അറിയുമെങ്കിൽ, ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി വാല്യൂ, അതാണ് എപ്സിലോൺ R, അത് അറിയുമെങ്കിൽ നമുക്ക് ആ മീഡിയത്തിൽ ആ ചാർജുകൾക്ക് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫോഴ്സ് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ വാക്വം ബൈ എപ്സിലോൺ R ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് കൂളൂംസ് ലോ. അപ്പൊ കൂളൂംസ് ലോ 3 സ്റ്റേറ്റ്മെന്റുകളാണ്. That is electric force between two charges Q1 and Q2 separated by a distance r is proportional to the product of the two charges and also inversely proportional to the square of the distance between them, and it acts along the line joining between the two charges. And the direction കാണിക്കാനാണ് യൂണിറ്റ് വെക്ടർ along the line joining r കേട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാൻ വേണ്ടി k എന്ന കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. k എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 1/4 എപ്സിലോൺ ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 into എപ്സിലോൺ r ആണ്. എപ്സിലോൺ 0 അത് ഒരു കോൺസ്റ്റന്റ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ്. 8.854 into 10⁻⁻12 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൂളൂംസ് ലോ.